അതായത് ഈ സവർക്കർ പുകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യാവലി ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം അതിൽ ഒരു അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ സസ്പെൻഡ് ചെയ്യുകയും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ബോധപൂർവ്വം എങ്ങനെയാണ് വകുപ്പ് മനസ്സിലാക്കുന്നത് ഒരു പ്രാഥമിക അന്വേഷണത്തിന് ശേഷം? അല്ല, വിദ്യാഭ്യാസ വകുപ്പിൽ ഇതുപോലുള്ള പല പാഠ്യേതര പ്രവർത്തനങ്ങളുണ്ട്. അതിന് അംഗീകൃതമായ ഒരു കലണ്ടറുണ്ട്, അംഗീകരിച്ച പ്രവർത്തികളുമുണ്ട്, കലണ്ടറുമുണ്ട്. ഈ പറഞ്ഞ ക്വിസ് കോമ്പറ്റീഷൻ ഇതിലൊന്നും പെടുന്നതല്ല. ഇത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രാദേശികമായി സംഘടിപ്പിച്ചതാണ്. അപ്പൊ ഏത് പ്രവൃത്തിയായാലും നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരാണ്, അധ്യാപകരാണ്. അവിടെ പാലിക്കേണ്ട ചില ഡിസിപ്ലിനുണ്ട്. അതൊന്നും പാലിക്കാതെ തങ്ങളുടെ താൽപര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പോൾ അതിലങ്ങനെയുള്ള ചില അച്ചടക്ക പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ വളരെ ഗുരുതരമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയാണെന്നുള്ളതും വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്നും ഇങ്ങനെ തങ്ങളുടെ ജോലിയിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ഇങ്ങനെ അവരവരുടെ താൽപര്യങ്ങളും ആശയങ്ങളും നടപ്പാക്കാനൊന്നും ശ്രമിക്കുന്നത് ശരിയല്ല. അതിനെക്കുറിച്ച് വളരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോയത്. ഞാൻ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അത് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനോട്, സെക്രട്ടറിയോടും വിഷയം അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായി ഇന്നയാള് ആണിത് ചെയ്തത് എന്നുള്ള റിപ്പോർട്ട് വന്നു. സ്വാഭാവികമായും അദ്ദേഹം തെറ്റാണ് ചെയ്തതെന്ന് റിപ്പോർട്ട് വരുമ്പോൾ നടപടി ഉണ്ടാവും. ആ നടപടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും അതിൽ അന്വേഷണമുണ്ട്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ആ അന്വേഷണത്തിന്റെ കൂടി റിപ്പോർട്ട് ചെയ്ത് വരട്ടെ. അപ്പോഴാണ് അതിന്റെ അന്തിമമായ തീർപ്പുണ്ടാവുക. അധ്യാപകന്റെ പേര് മാത്രമാണ് വന്നേക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വട്ടം അധ്യാപകർ ചെയ്തതാണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നത്. അങ്ങനെ ആവുമ്പോൾ ആരൊക്കെയാണ് തിരിച്ചറിഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ പ്രഥമ ദൃഷ്ട്യാ ഇദ്ദേഹത്തെക്കുറിച്ചാണ് ആരോപണമുള്ളത്. ഈ പ്രവൃത്തിയിൽ മറ്റാർക്കെങ്കിലും പങ്കോ അല്ലെങ്കിൽ അവരും ഇതേപോലെ തങ്ങളുടെ താൽപര്യങ്ങളും ആശയങ്ങളും നടപ്പാക്കി വിദ്യാഭ്യാസ രംഗത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അവർക്കും അച്ചടക്ക നടപടി നേരിടേണ്ടി വരും. അതായത് എഇഒമാര് വഴിയാണ് ഇത് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തരത്തിലുള്ള പരിശോധനയും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നടത്തിയില്ല എന്നുള്ളത് ഇപ്പം കലണ്ടറിന്റെ ഭാഗമല്ല എന്ന് പറയുന്നു. പക്ഷേ ഔദ്യോഗികമായാണ് ഇത് സ്കൂളുകളിലേക്ക് എത്തുന്നത്. അല്ല, അതെ, ഇവിടെ എല്ലാ വർഷവും ഇവിടെ നടക്കുന്ന ഒരു പ്രാദേശികമായി പിന്നെ എഇഒ പരിധിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ ചോദ്യം തയ്യാറാക്കുകയും അതിന് ഇത്തരത്തിലുള്ള മറുപടികൾ കൊടുക്കുകയൊക്കെ ചെയ്ത ആളാണ് എന്ന് കൃത്യമായി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ആൾക്കെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ, ഇതിൽ അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അവർക്കൊക്കെ നടപടിയുണ്ടാകും. നമ്മൾ ആ ഒരു വിഷയത്തിൽ തന്നെ നിൽക്കേണ്ട, അതിന്റെ ആവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ഞാൻ പറഞ്ഞു ഒരു വിഷയത്തിന്റെ അധ്യാപകരാണ്, അതായത് സ്കൂളിൽ തയ്യാറാക്കിയ ചോദ്യാവലിയല്ല, ഉപജില്ലാ തലത്തിൽ ചുമതലയുള്ള അധ്യാപകർ തയ്യാറാക്കിയതാണ്. അത് മെയിലിലൂടെയാണ് ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത്. അത് ആ നിലയിൽ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഒഫീഷ്യലായി. അപ്പോൾ അതിലാണ് ഈ ഗുരുതരമായിട്ടുള്ള ഇത് കണ്ടെത്തിയത്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വിഷയത്തിന്റെ ഒരു വിഷയം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിൽ ഇപ്പൊ പ്രഥമ ദൃഷ്ട്യാ ഒരാളുടെ പേരിലാണ് അന്വേഷണത്തിൽ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പിന്നെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്തുകൊണ്ട് മറ്റൊരു വന്നില്ല, എന്തുകൊണ്ട് ഇവർ വന്നില്ല, അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമല്ല. അതങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് നടപടി സ്വീകരിക്കും. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഇതാണ്, അതിൽ നടപടി സ്വീകരിച്ചു. ഇനി അതിൽ നോ മോർ ക്വസ്റ്റ്യൻ. അതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഉണ്ട്. പറയുന്നത് ഇല്ല എന്ന് പറയുന്നു. അവിടുന്ന് തന്നു എന്ന് പറയുന്നു. പക്ഷെ അത് മുഴുവൻ ആലപിക്കുമോ, അക്കാര്യത്തിലൊരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഉണ്ട്. അല്ല, അതൊക്കെ ബന്ധപ്പെട്ടവരത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ നമ്മുടെ നാട്ടിൽ വന്ദേ മാതരം ഗാനം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന സർക്കുലറുകളാണ്. സത്യപ്രതിജ്ഞാ സമയത്ത് ലോക്ഭവൻ എടുത്ത ചില
നിലപാടുകളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ അതൊന്നും നമ്മൾ വീണ്ടും ആവർത്തിച്ച് ആ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റിന്റെ നിലപാട് എന്താണെന്ന്. പിന്നെ ഓരോ മന്ത്രിമാരും അതിലെ നിലപാട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടതില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ലോക്ഭവനിൽ നിന്ന് അത്തരമൊരു നിർദ്ദേശമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് അത് താഴേക്ക് നൽകിയത്? ഇതിന് സർക്കാരിന് ഒരു പോളിസി ഇല്ലേ? ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് വിധേയമല്ലേ ചീഫ് സെക്രട്ടറി? അതെങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത്? ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു കാര്യത്തിനുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ക്രോസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതല്ലല്ലോ നമ്മുടെ ഒരു രീതി, അതിന്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയട്ടെ സാധാരണഗതിയിൽ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായി വരുന്ന സർക്കുലറുകൾ അങ്ങനെ ഫോർവേഡ് ചെയ്യപ്പെടാം. അതിൽ ഒരു പോരായ്മയുണ്ട്, അതിൽ ചില രാഷ്ട്രീയമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാം. അപ്പോ അതിവിടെ മുഖ്യമന്ത്രി കറക്റ്റ് ചെയ്തു, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇനി നമ്മൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതില്ല.